വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാളെ നാട്ടിലെത്തിക്കും. ഇന്ന് രാത്രി മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളം വഴി കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കും. മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ നോർക്കയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10 മണിയോടെ മുംബൈ വിമാനത്താവളത്തിലെത്തിക്കും. തുടർന്ന് മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് കൊണ്ടുവരും. ഇതിന്റെ പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. നാളെ മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ. നാളെ രാത്രി 10 മണിക്ക് ബോംബെയിലും അവിടെ നിന്നും ഏറ്റവും ആദ്യമുള്ള 4 മണിക്കൂർ സമയം വേണം ഇത് ഒരു ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കണക്കാക്കിയിട്ടുള്ള ഏറ്റവും ആദ്യമുള്ള തിരുവനന്തപുരം ബോംബെ ഫ്ലൈറ്റിൽ ഇവിടെ എത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോർക്കയുടെ നേതൃത്വത്തിൽ നോർക്കയാണ് ഇതിൻ്റെ മുഴുവൻ വഹിക്കുന്നത്. ഇവിടേക്ക് കൊണ്ടുവരുന്നതും അവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരും. തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്നതുവരെയുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണമായും സർക്കാർ നേതൃത്വം നൽകും. കൊട്ടാരക്കര മാർത്തോമ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ മാസം 7-നാണ് വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AC തോമസും ഭാര്യ ലൊവേനി തോമസും 32 അംഗ സംഘത്തോടൊപ്പം ഒരു മൊബൈൽ കമ്പനിയുടെ ടൂർ പാക്കേജിന്റെ ഭാഗമായി വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. വിയറ്റ്നാമിലെ ഫൂക്കോക്ക് ദ്വീപിന് സമീപം ശക്തമായ കാറ്റിലും തിരമാലകളിലും പെട്ട് വിനോദസഞ്ചാര ബോട്ട് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ മലയാളി ദമ്പതികൾ ഉൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ജനം, കൊല്ലം.